Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 3 ലെയർ പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ പൈനാപ്പിളും കസ്റ്റർഡും ബൂസ്റ്റും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു പൈനാപ്പിളിന്റെ പകുതി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തത് ഒരു പാനിൽ ഇട്ട് സോട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പൈനാപ്പിളിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡറും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും ചേർത്ത് ഈ ഒരു മിക്സ്ചർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് കട്ടായി പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മിക്സ്ചർ തയ്യാറാക്കിയിട്ട് നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാനിലേക്ക് സൈഡൊക്കെ കട്ട് ചെയ്ത് ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ബൂസ്റ്റിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തുമായി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്ത സീഡ്സും ഡ്രൈ ഫ്രൂട്ട്സും ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ പൈനാപ്പിൾ ഇതുപോലെ എല്ലായിടത്തുമായി ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു പാനിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാനൊരു 1/4 കപ്പ് പാലെടുത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ കസ്റ്റർഡിൻ്റെതായി ഒരു മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ലംസ് ഇല്ലാതെ വേണം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാരയൊക്കെ നല്ല മെൽട്ടാവും വരെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ നമ്മളെ പൈനാപ്പിളിൻ്റെ മുകളിലേക്കായി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടെ തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും. എന്നിട്ട് ഇതിനെ നമുക്ക് എല്ലായിടത്തുമായി ഈവൻലി ആയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. എല്ലായിടത്തും നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനിത് ഇതിൻ്റെ മുകളിലേക്ക് റോസ്റ്റ് ചെയ്ത സീഡ്സ് ഡ്രൈ ഫ്രൂട്ട്സും ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടും ഇതിനെ ഗാർണിഷ് ചെയ്യാവുന്നതാണ്. എൻ്റെ അടുത്ത് റോസ്റ്റ് ചെയ്ത സീഡ്സ് ഉണ്ടായത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. എന്നിട്ട് നമുക്കിതിനെ ഒരു 6 മണിക്കൂറേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് തന്നെ കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.